നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ തൊഴിൽ മന്ത്രി ഇന്നലെ ഇവിടെ നടന്ന സമരത്തെ പുച്ഛിച്ചുകൊണ്ട് സമരഭടന്മാർ അല്ലെങ്കിൽ ഈ ആശാ തൊഴിലാളികൾ മുറിച്ചെടുത്ത മുടി കേന്ദ്രത്തിനാണ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് എത്രമാത്രം വിവരക്കേടാണ് എന്നൊന്ന് ഓർത്തു നോക്കുക. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ലോക ചരിത്രം പരിശോധിച്ചാൽ പല സമരങ്ങൾക്ക് പല മാതൃകകൾ, പല പ്രതീകങ്ങൾ. മുടിമുറിക്കുന്നത് പോലും ലോകത്താദ്യമായി നടക്കുന്ന സമരമല്ല. മുടിമുറിച്ച് പ്രതിഷേധിച്ച സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആണധികാരത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അവരുടെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ചരിത്രത്തിൽ സാമൂഹ്യ വികാസത്തിൻ്റെ ഘട്ടത്തിൽ പുരുഷന്മാർ അവരുടെ മുടി മുറിച്ച് കളഞ്ഞത് അതൊരു ബാധ്യതയാണ് തങ്ങൾക്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുടി വളർത്തിക്കൊണ്ടിരുന്നവർ മുറിച്ച് കളഞ്ഞെങ്കിൽ ആ ബാധ്യത ഒഴിവാക്കാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുന്ന യാതൊരാവശ്യവും നമ്മുടെ തലയ്ക്ക് അതുകൊണ്ടില്ലെങ്കിലും ഒരു സൗന്ദര്യ വസ്തു എന്ന് മാത്രമാണെങ്കിൽ പോലും ഒഴിവാക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകളാണ് ആ മുടി മുറിച്ചത്. അതിനെയാണ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അതിന് ഇവിടെയുള്ള ആശമാർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിന് മാത്രമല്ല അതിൻ്റെ ഒരു വിഹിതം കേരളത്തിനുമുണ്ട് എന്ന്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിനുള്ള വിഹിതം അവർ വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ച് ഏത് മന്ത്രിയാണോ അത് പറഞ്ഞത് ആ മന്ത്രിക്ക് എത്തിച്ചു കൊടുക്കാനും അവർ തയ്യാറാണ്. ആശമാർ കേരളത്തോടാണ് ചോദിക്കുന്നത്, കേരള സർക്കാരിനോടാണ് ചോദിക്കുന്നത്. എളമരം കരീമിനെ പോലെയുള്ള നേതാക്കൾ മറക്കാൻ പാടില്ല 2014 ഡിസംബർ 8 കേരള നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷൻ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിനോട് നിയമസഭയിലാണ് സബ്മിഷൻ ഉന്നയിച്ചത്. എന്തേ കേന്ദ്രത്തിലായിരുന്നെങ്കിൽ എന്തിനാണ് കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്? ഇതേ എളമരം കരീമാണ് ഇന്നിവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് കേന്ദ്രത്തോടാണ് സമരം ചെയ്യേണ്ടതെന്ന്. ആശാവർക്കർമാർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് തമിഴ്നാട്ടിലും അതുപോലെ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ CITUവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ നിയമസഭയിൽ മാർച്ച് നടത്തുന്നതും അവിടുത്തെ നിയമസഭയോട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും പിന്നെ എന്തിനാണ്? കേന്ദ്രമാണ് തരേണ്ടതെങ്കിൽ. അതായത് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്കിതൊന്നും തരാനില്ല, ഞങ്ങൾ ഭരിക്കുമ്പോൾ കേന്ദ്രം തരണം, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അതാത് സംസ്ഥാന സർക്കാരുകൾ തരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഈ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുന്നത് പോലെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദാനത്തിലെ 43-ാമത്തെയോ 44-ാമത്തെയോ ഖണ്ഡിക അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആശാവർക്കർമാരുടെ ഓണറേറിയം 700 രൂപയായി വർദ്ധിപ്പിക്കും എന്ന്. നിങ്ങൾക്ക് നാണമുണ്ടോ? എഴുതി വെച്ച രേഖ കയ്യിൽ വെച്ചുകൊണ്ട് ചില ചാനൽ ചർച്ചകളിൽ ചാനൽ അവതാരകർ പോലും പറയുന്നത് കേട്ടു, അങ്ങനെയല്ല എഴുതി വെച്ചിട്ടുള്ളത് എന്ന്. ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടു, അങ്ങനെയല്ല എഴുതി വെച്ചിട്ടുള്ളത് എന്ന്. നിങ്ങളുടെ സൈറ്റിൽ CPIMന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ അത് മാഞ്ഞു പോകാതെ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 7000 രൂപയാക്കും എന്ന്. 21,000 രൂപ അവർ ചോദിക്കുന്നത്, 30 ദിവസത്തേക്ക് 21,000 രൂപ ചോദിക്കുന്നത് തരാനില്ലെങ്കിൽ ഞങ്ങൾ അത്രയും പാപ്പരാണെങ്കിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് പറയാം. അത് പറയാൻ പറ്റില്ല, കാരണം തിരിച്ച് കണക്കുകൾ വരും. സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തിന്റെ PSC അംഗങ്ങൾക്ക് കൊടുക്കുന്ന ചെലവിൻ്റെ ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ ചെലവാക്കുന്ന കണക്കുകൾ ഇതൊക്കെ അവർ ചോദിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് അവിടെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന് പറഞ്ഞത്. അതിൻ്റെ അവസാനം അവരെ എഴുന്നേറ്റ് വരുമ്പോൾ സമര സഖാക്കളിൽ ഒരാൾ
പിന്നെ എത്ര തരും എന്ന് ചോദിച്ചതിനെ പുച്ഛിച്ചതായിട്ടൊരു വാർത്ത കണ്ടു. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു മന്ത്രിയാണ് ചോദിച്ചത്, ലേലം വിളിക്കുകയാണോ? തൊഴിലാളി വർഗം ഇന്ന് വരെ ലോകത്താകമാനം തൊഴിലാളി വർഗം തങ്ങളുടെ കൂലി ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ഓരോ തുകകൾ കൂട്ടി ചോദിച്ചുകൊണ്ടാണ് കൂലി വർദ്ധിപ്പിച്ചത് എന്ന് ഈ ജന്മി തമ്പ്രാക്കന്മാരെ പോലെ ഇവിടെ ഇരുന്ന് ഭരിക്കുന്ന ഭരണാധികാരികളൊന്ന് ഓർക്കണം. ഇതേ ഘട്ടത്തിലൂടെ കടന്നു വന്നവരാണിവർ. കേരളത്തിൻ്റെ 1,25,000 കോടിയാണ് ബഡ്ജറ്റിൽ വാർഷിക ബഡ്ജറ്റ്. അതിൽ നിന്ന് ആശാവർക്കർമാർക്ക് കൊടുക്കണമെങ്കിൽ നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു 396 കോടി. 1,25,000 കോടിയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് 396 കോടി. ആ തുക ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കാൻ മാത്രമില്ല, ബാക്കി എല്ലാ ആവശ്യത്തിനുമുണ്ട്.